അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ആര്യങ്കാവിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അച്ചൻകോവിൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ആര്യങ്കാവ് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ, ഹോമിയോപ്പതി എന്നിവയുടെ നേതൃത്വത്തിലാണ് ആര്യങ്കാവിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണവും സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. ആര്യങ്കാവ് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പുനലൂർ MLA സി അജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അധ്യക്ഷത വഹിച്ചു. യോഗ ഇൻസ്ട്രക്ടറായ അജിത SS യോഗദിന സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ സിൻസിമോൾ, ഗീത സുഗുനാഥ്, പ്രീത, ഉഷാകുമാരി, സുനീഷ്, PB അനിൽമോൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ ആയുഷ് വകുപ്പ് ലോകത്തൊട്ടാകെയുള്ള എല്ലാ മനുഷ്യരെയും അവരുടെ മാനസികമായ പരിമപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ ശാരീരികമായി നല്ല നിലയിൽ ശരീര പുഷ്ടിയുള്ള മനുഷ്യരെ സൃഷ്ടിക്കുക. ആ കാഴ്ചപ്പാടോടുകൂടി ലോകത്താകമാനം ജൂൺ മാസം 27-ാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിച്ചു വരികയാണ്. അങ്ങനെ ആചരിച്ചു വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇത് എല്ലാ മനുഷ്യരിലും എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ അന്താരാഷ്ട്ര ദിനമാണ് 27 എന്നുള്ളതുകൊണ്ട് പഞ്ചായത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതൊരു ചടങ്ങായി മാറാൻ പാടില്ല. ഏത് അർത്ഥത്തിലാണോ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ തന്നെ എല്ലാ മനുഷ്യരിലേക്കും ഈ ആശയം പകർന്നു കൊടുത്തുകൊണ്ട് നല്ല പങ്കാളിത്തത്തോടുകൂടി നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കട്ടെ. നമ്മുടെ പുനലൂരിൽ ഒരു റവന്യൂ ടവർ കഴിഞ്ഞ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ആ ടവർ അങ്ങ് മാറ്റി, ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് പ്രത്യേക ഇടപെടൽ ആവശ്യമുണ്ട്, ഇത് കിട്ടിയേ ഒക്കൂ എന്നുള്ള നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രിക്ക് പ്രത്യേക നിവേദനമെല്ലാം കൊടുത്തതിൻ്റെ ഫലമായി 1 കോടി രൂപ ആ റവന്യൂ ടവറിന് വേണ്ടി അനുവദിച്ചു എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഇപ്പോഴറിയിക്കുകയാണ്. സ്വാഭാവികമായും ആ ഒരു സന്തോഷ വാർത്ത കൂടി മുഖ്യമന്ത്രിക്ക് അതിനകത്ത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. അതിനകത്ത് ഇടപെടുകയും ബഡ്ജറ്റ് പ്രസംഗത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് വന്ന സന്ദർഭത്തിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്ക് പഞ്ചായത്ത് സമിതികളും ബ്ലോക്കിലെ മെമ്പർമാരുണ്ട്, ബ്ലോക്ക് സമിതികളും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന എല്ലാ സമിതികളും കൂട്ടായി ആലോചിച്ചുകൊണ്ട് കൂടിയാലോചനകൾ നടത്തി നമ്മുടെ പരിമിതികളും കുറവുകളും പരസ്പരം ബോധ്യപ്പെട്ട് ആ കുറവുകളും പരിമിതികളെല്ലാം പരിഹരിക്കാൻ നമുക്ക് കൂട്ടായി മറ്റൊരു വിവേചനമില്ലാതെ ആലോചിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വിളക്ക് കൊളുത്തി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും അഭിവാദ്യം. നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തു വിടുന്നു, അത് സ്വാഭാവികമായി അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമുക്കൊന്ന് ബ്രീത്ത് ചെയ്ത് പോകാം, പഴയ ചായ അടിച്ച് കഴിഞ്ഞു റിലാക്സേഷൻ തരുന്ന ഒരു സംഭവം നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു വിഷാദം. ഇപ്പൊ എല്ലാ മനുഷ്യനും വിഷാദ രോഗമാണ്. എന്തോ കാര്യം, എല്ലാവർക്കും ടെൻഷനാണ്. ടെൻഷൻ എന്തോ ഈ ടെൻഷൻ കുറഞ്ഞ നല്ലോണം ബ്രീത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഒന്ന് ബ്രീത്ത് നല്ലോണം ശ്വാസം എടുക്കുക, അതൊന്ന് ഹോൾഡ് ചെയ്യുക, അതിനെ വളരെ സാവധാനം ഒന്ന് പുറത്തു വിട്ടു നോക്കുക.
നമ്മൾ ശ്വാസം എടുക്കുന്നേ വിടുന്നേ നമ്മൾ അറിയുന്ന പോലും ഇല്ല. അത് പോന്നു വരുന്നു, വന്നില്ലെങ്കിൽ നമ്മൾ തീർന്നു. വയറ് വീർത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇത്രയും നാളോ നമ്മൾ നോക്കിയില്ല, ഇനിയെങ്കിലും നോക്കാം, ചെയ്ത് നോക്കാം. വേണ്ടേ? ചിരിച്ചോണ്ട് ശ്വാസം എടുക്കും, നല്ലതാ. ആർക്കും ഒരു താല്പര്യമില്ല. നട്ടിച്ച സമയമായി വിശക്കാൻ തുടങ്ങി പോണോന്നാണ് തോന്നുന്നു എല്ലാവരുടെ മുഖഭാവം. ആണോ? ചെവിയിൽ കൈവെക്കാം ഇങ്ങനെയെന്ന് എല്ലാരും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ശ്വാസം എടുത്തിട്ട് ആ ശ്വാസത്തെ ഒന്ന് മൂളലൂടെ പുറത്തു വിട്ട് നോക്കാം. മൂളട്ടെ? കേൾക്കുന്നില്ല? മൂളാൻ പറ്റത്തില്ല. നല്ലതുപോലെ ബ്രീത്ത് ചെയ്യാം. ഇതൊരു നല്ല ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഉറക്കക്കുറവ് വരുമ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല, ടെൻഷൻ കാരണം വൈകുന്നേരങ്ങളിൽ ഒഴിഞ്ഞ വയറൊക്കെ ആയിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്തു നോക്കണം. നല്ലതുപോലെ ശ്വാസം എടുക്കുക. അതിനുശേഷം ആ ശ്വാസത്തെ ഇങ്ങനെ ഒരു മൂളലോട് കൂടി പുറത്തുവിടുക. എല്ലാവരും ചെയ്തേ നോക്കട്ടെ. യോഗ ചെയ്യുമ്പോൾ യോഗ ചെയ്യുന്നത് ഒരു യോഗയുടെ ഭാഗം നല്ല ഭക്ഷണം കഴിക്കുക, നല്ലോണം റിലാക്സ് ചെയ്യുക, നല്ലോണം ശ്വസിക്കുക, നല്ലോണം ശ്വസിക്കാൻ പറ്റുക. ഇതൊക്കെയാണ് യോഗ ചെയ്യുന്നതിനോട് ചെയ്യുന്നത്. ഈ ശ്വസനക്രിയകൾ മാത്രം നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് പാതി സമാധാനം. നമ്മൾ പകുതി മിക്കാറും എല്ലാവർക്കും ഓരോ അസുഖങ്ങളും ആർക്കും ഉറക്കമില്ല. അതിനുശേഷം ഇതുപോലെ ശ്വാസം എടുക്കുമ്പോൾ അതൊരു മൂളലോടുകൂടി പുറത്തു വിടാം. അതൊരു ശ്വസനക്രിയ. ഓക്കെ, ആരൊന്നും പറഞ്ഞു? ഓക്കെ ഓക്കെ, അച്ഛ ഓക്കെ. നിങ്ങൾ എല്ലാവരും ഓക്കെ? എല്ലാവരും എണീക്കാം. ഇരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു, ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കേൾക്കാൻ. എല്ലാവരും എണീക്കാം. വലത് കൈമുട്ടിന് പിടിക്കാം. ഈ കൈ ബാക്കിലോട്ട് കൊണ്ടുവരും, തെറ്റിപ്പോണല്ലേ. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിടിക്കാം. ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കാം. ഈ കൈ വെക്കുന്ന ആകെ മാറിപ്പോണം തോന്നുന്നു. എല്ലാവരും വീണ്ടും കൈ ഒന്ന് ഉയർത്തി നല്ലോണം. ഓക്കെ, ഇനി ആ ഇടത് കൈ മടക്കിയ ബാക്കിലൂടെ വലത് തോളത്ത് വെച്ച് ഇടതും വലത് മുട്ടിന് പിടിക്കാം. എന്നിട്ട് വലത് സൈഡിലേക്ക് ഇങ്ങനെ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഒരു തവണ എങ്ങനെ ചെയ്ത് നോക്കാം. കൈ നൂരണം, പതുക്കെ കഴിഞ്ഞിട്ട്